വാട്സ്ആപ്പ് ഗൈസ് വീണ്ടും അത് മനക്ക് ഒരു പുതിയ വീഡിയോ ഗൈസ് നിങ്ങൾക്ക് ഏവർക്കും സുസ്വാഗതം ഗൈസ്. നിങ്ങളെല്ലാവരും വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ആദ്യമായിട്ട് തന്നെ പറയുന്നു ഗൈസ്, നിങ്ങളെല്ലാവരും ഡ്രിങ്ക് ഇനഫ് വാട്ടർ. ഒടുക്കത്തെ ചൂടാണ്, AC ഇല്ലാതെ പറ്റൂല, അമ്മാതിരി ചൂടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഗൈസ് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഗൈസ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പറയാൻ പോകുന്നത് ഒരു ചൈൽഡ്ഹുഡ് ട്രോമയെ പറ്റിയാണ്. അതായത് സ്വപ്നക്കൂട് എന്ന സിനിമയിൽ 2003 ഇറങ്ങിയ മലയാളം ലാംഗ്വേജ് റൊമാൻറ്റിക് കോമഡി കിടിലം പടമായിട്ടുള്ള ഒരു ടീം വൈബിലുള്ള ഒരു പടമാണ് സ്വപ്നക്കൂട്. അത് എന്താ പറയുക, നമ്മുടെ നായകനായ പൃഥ്വിരാജ്, അതുപോലെ തന്നെ കുഞ്ചാക്കോപൻ, അതുപോലെ തന്നെ നമ്മുടെ ജയസൂര്യ, മീര ജാസ്മിൻ, ഭാവന എന്നുള്ള കിടിലം ഒരു ലൈനപ്പിൽ എന്താ പറയുക ഇറങ്ങിയ സിനിമയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ സിനിമയെ പറ്റി പറയുന്നത് തുടക്കം മുതൽ എന്താ പറയാ ഒരു ഇൻസിഡന്റ് ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാക്കണം. ഒരു ഇൻസിഡന്റ് വരെ ഭയങ്കരമായിട്ട് എന്താ പറയുക സിനിമ എൻജോയ് ചെയ്തൊരു സിനിമയും കൂടെയാണ്. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് കാര്യത്തിലോട്ട് വരാം. ഇതില് അനാവശ്യമായിട്ട് ഭാവനയെ കൊന്ന ഒരു കാര്യത്തിലാണ് ഞാൻ എന്താ പറയുക നിങ്ങളുടെ മുന്നിലേക്ക് പറയാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് സിനിമ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ അലക്സ്, പിന്നെ എന്താ പറയുക കുഞ്ഞുഞ്ഞു, പിന്നെ ദീപു, അവരെല്ലാവരും കൂടെ നമ്മുടെ കമല, അതിനുശേഷം എന്താ പറയുക അതായത് നമ്മുടെ മീര ജാസ്മിൻ, പിന്നെ ഭാവന, ഇവരെല്ലാവരും കൂടെ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു കിടിലം ഒരു സ്റ്റോറി എന്നാണ് ബിഗിനിങ് എന്ന് പറയുന്നത് പറഞ്ഞു തുടങ്ങുന്നത്. അതിനുശേഷം അവരുടെ രണ്ടുപേരുടെ എന്താ പറയുക ഭാവന, അതായത് മീര ജാസ്മിന്റെ ഭാവനയുടെ അവരുടെ അമ്മയ്ക്ക് അറ്റാക്ക് വരുന്നുണ്ട്. അതിനുശേഷം ഒരു ഇമോഷണൽ സീൻസ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത്, അതിന് ഒരുപാട് കോമഡി സീൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെ പല കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു നല്ലൊരു കിടിലം സ്റ്റോറി ലൈനപ്പിൽ ഡയറക്ട് ചെയ്തത് കമലാണ്. അതായത് കമൽ ഡയറക്ഷൻ ചെയ്തത്, പിന്നെ ഇക്ബാല് കുറ്റിപ്പുറം, അങ്ങനെ എന്താണ് സ്ക്രീൻ പ്ലേ ഒക്കെ ചെയ്തത്. അപ്പോൾ എന്തായിരുന്നാലും വളരെ ഭംഗിയായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരുന്ന ടൈമിൽ കുറച്ച് ഇമോഷൻസ്, കുറച്ച് എന്താ പറയുക നല്ല കോമഡി, അങ്ങനെ നല്ല ഗംഭീരമായിട്ട് സ്റ്റോറി ടെല്ലിങ് പൊക്കോണ്ടിരുന്നത്. ലാസ്റ്റ് ഒരു ഡാൻസ്, ഒരു പാറപ്പഴ പുറത്തു പോകുന്നത് ഒരു ഡാൻസ്, ആ ഡാൻസ് കാരണം ആ ഡാൻസിൽ എന്താ പറയാ നമ്മുടെ ഭാവന മരിക്കുകയാണ്. ഇപ്പോഴും ഞാൻ പറയാം, ഈ സീൻ എനിക്ക് ടിൽ നൗ എന്താ പറയാ ഒട്ടും കണക്ട് ആവാത്തൊരു സീനാണ്. പല സിനിമകളും എന്താ പറയാ ഇപ്പോൾ പല ആൾക്കാരെ കൊണ്ട് പല സീനുകൾക്ക് എന്താ പറയാ അവർക്ക് കണക്ട് ആകും, ചിലർ അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ എന്നാലും എനിക്ക് ഈ ഭാവനയുടെ ഒരു കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും എന്താ പറയുക അക്സെപ്റ്റ് ചെയ്യുന്നത്, കുഞ്ഞിലെ കണ്ടപ്പോഴെന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ പൊന്നു ഇതെന്തോ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ പറയുക ഒരു ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല. അതൊരു വല്ലാത്തൊരു ട്രോമ തന്നെയായിരുന്നു അന്നത്തെ ആ ഒരു ടൈമില്. ഇപ്പോഴും അങ്ങനെയാണ്. എന്നിട്ട് സിനിമ പെട്ടെന്ന് എന്താ പറയാ അതായത് ഭാവന മരിച്ച ശേഷം പെട്ടെന്ന് സിനിമ എന്തോ അങ്ങനെ എന്താ പറയുക എന്ന് വെച്ചാൽ എഴുതി തീർക്കാൻ എന്താ പറയുക ശ്രമിച്ച പോലെയാണ് എനിക്ക് സത്യം തോന്നിയിട്ടുള്ളത്. ഭാവന മരിക്കുന്നു, പിന്നെ ഇമോഷണലായിട്ട് എല്ലാവരും ഭയങ്കര ഇതാവുന്നു. പിന്നെ മറ്റേ കൊച്ചിന് അനീഫ് എന്താ പറയുക മീര ജാസ്മിനെ കൊണ്ട് ചെന്നൈയിലെങ്ങാണ്ട പോണ്, അവിടെ എന്ത് ചെയ്യും, അതിന് നമ്മുടെ പൃഥ്വിരാജും അവരെല്ലാവരും പിന്നെ തേടി വന്നത് പെട്ടെന്ന് പറഞ്ഞു പോയത് പോലെയാണ് പിന്നീട് സ്റ്റോറി വന്നത്. പക്ഷെ അത് ഇറ്റ് വാസ് അൺനെസസറി, ഒട്ടും ആവശ്യമില്ലാത്ത എന്താ പറയുക ഭാവനയുടെ ഒരു മരണം. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നമ്മുടെ പൃഥ്വിരാജാണെങ്കിൽ മീര ജാസ്മിനെ കൊണ്ടുപോയി, അതിനുശേഷം നമ്മുടെ കുഞ്ചാക്കോവൻ ലാസ്റ്റ് ഒരു എന്താ പറയുക പൂ കൊടുത്ത് ഒരു കുട്ടി എന്താ പറയുക അതൊരു ലീവുവിന്റെ ലവർ ആവുമെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സീൻ വന്നിട്ടുണ്ടായിരുന്നു. ബാൽക്കണിയിൽ വന്നിട്ട് നിൽക്കുന്ന ആ സീൻ അത് തന്നെ. പക്ഷേ നമ്മുടെ ജയസൂര്യ മാത്രം മരുന്നൊരു ഒറ്റയ്ക്കാക്കി കളഞ്ഞു. ഭാവന ജയസൂര്യയായിട്ട് നൈസായിട്ട് എന്താ പറയുക ഒരു കണക്ട് ആയിട്ട് വന്നതാണ്. അപ്പോൾ തന്നെ അവർ രണ്ടുപേരും പോയി. അത് വല്ലാത്തൊരു സീനായിപ്പോയി, വല്ലാത്തൊരു സീൻ. എനിക്കിപ്പോഴും ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് അൺനെസസറി സീൻ, ഒട്ടും പറ്റാത്തൊരു അൺനെസസറി സീനായിരുന്നു. ഇതിന് എന്താ പറയുക പല കാര്യത്തിലും എന്താ പറയുക പല ടൈപ്പിലും എന്താ പറയുക ഇതൊന്ന് റൈറ്റ് ചെയ്യാമായിരുന്നു. ഇൻ കേസ് അവളും ജസ്റ്റ് ഒരു എന്താ പറയുക പാറമേൾ വന്ന് വീണ് ഒരു ആക്സിഡന്റ് ആയിട്ട് ഹോസ്പിറ്റലാവുന്നു, അതിനുശേഷം തിരിച്ചു വരുന്നു, അങ്ങനത്തെ എന്തെങ്കിലും ഒന്നും പറഞ്ഞു വയ്ക്കാറ് നിങ്ങൾ കൊന്നുകളയുണ്ടായിരുന്നു. എൻ്റെ ഒരു ഇതാണ്. പക്ഷെ എൻ്റെ ഒരു ഇത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് എന്താ പറയുക കമന്റ് ബോക്സിൽ പറയുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ട്രോമാറ്റിക് ആയിട്ടുള്ള കാര്യം പറയാനുള്ളത് ഇതാണ്, ഒരു അൺനെസസറി എഴുതി വെച്ചൊരു കാര്യം എന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾക്ക് ഇതുപോലെ എന്താ പറയുക തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഇനി അൺനെസസറി കില്ലിങ് എവിടെയെങ്കിലും സിനിമ നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പറയാം. അപ്പോൾ എന്തായാലും എനിക്കത് പറയണമെന്ന് തോന്നി, ഞാൻ പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോയിലേക്ക് ഞാൻ വരും. അപ്പോൾ വരുന്നതായിരിക്കും പ്രത്യേകിച്ച് ഡ്രിങ്ക് വാട്ടർ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്താ പറയുക പീസ് ഔട്ട് ഗൈസ്, പീസ് ഔട്ട്.